പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത മേഖലയിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാൻ അമേരിക്ക 2500 മറീനുകളെയും അതോടൊപ്പം അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ USS ട്രിപ്പോളി എന്ന യുദ്ധക്കപ്പലും അയച്ചതായി US. കരയിലും കടലിലും ഒരുപോലെ പോരാടാൻ പ്രത്യേക പരിശീലനം ലഭിച്ച സൈനിക സംഘം ജപ്പാൻ തീരത്തുനിന്നുമാണ് യാത്ര തിരിച്ചത്. വിവരങ്ങൾ നൽകാനായി ഐസൺ തുടരുന്നുണ്ട്. ഐസൺ, വിശദാംശങ്ങൾ. തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് 2500 മറീനുകൾ, നേരത്തെ 2200 എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരിച്ച റിപ്പോർട്ട് വരുന്നത് 2500 മറീനുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കടൽ വഴി എത്താനും കടൽ വഴി ആക്രമണങ്ങൾ ആരംഭിക്കാനും അതുപോലെ തന്നെ കടലിൽ ഒരു സൈനിക ആക്രമണം നടത്തുന്നതിനും അതുപോലെ തന്നെ അത് കരയിലും സൈനിക ആക്രമണം നടത്തുന്നതിനുള്ള പ്രായോഗികമായ പരിശീലനം നേടിയ ഒരു വിഭാഗമാണിത്. ഈ വിഭാഗവും അതുപോലെ തന്നെ മറ്റു അതിശക്തമായ ഒരു സൈനിക സംവിധാനം കൂടിയായ ഏറ്റവും ശക്തമായ സൈനിക സംവിധാനം കൂടിയായ US ട്രിപ്പോളി എന്നൊരു പടക്കപ്പലും അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ US പടക്കപ്പലും അങ്ങോട്ട് നീങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജപ്പാൻ തീരത്തു നിന്നാണ് ഈ സൈനിക വ്യൂഹമെല്ലാം തന്നെ നീങ്ങിയിരിക്കുന്നത് എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ജപ്പാൻ തീരത്ത് നങ്കൂരമിട്ടിരുന്ന ഈ കപ്പൽ കൃത്യമായും ആ പ്രദേശത്തേക്ക് നീങ്ങി കൃത്യമായ ഒരു ആക്രമണത്തിനുള്ള സാധ്യത തുറക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇത് വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിന്റെ മുന്നോടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഖർഗ് ദ്വീപിലെ ആക്രമണം നടന്ന സാഹചര്യം, ഖർഗ് ദ്വീപിൽ സംവിധാനങ്ങളെല്ലാം തന്നെ തകർക്കുന്നൊരു നീക്കം നടത്തിയിരുന്നു. ആ നീക്കങ്ങൾക്കെല്ലാം തന്നെ ഒരു അന്തിമ സ്വഭാവമുള്ള ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്ട്രോയർ കപ്പലുകളും അതുപോലെ തന്നെ ഈ സംവിധാനങ്ങളെല്ലാം തന്നെ അതിശക്തമായി പ്രയോഗിക്കാൻ സാധിക്കുമെന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഐസൺ, വീണ്ടും തുടരണം.